കേരളത്തെ പിടിച്ചുകുലുക്കിയ രാഷ്ട്രീയ കൊലപാതകമാണ് TP ചന്ദ്രശേഖരന്റേത്. വളരെ വേഗം പ്രതികളിലേക്കെത്തുകയും വിചാരണ പൂർത്തിയാവുകയും ചെയ്ത കേസ്. പക്ഷേ TPയുടെ കുടുംബം കടന്നുപോയത് വിവരണാതീതമായ സങ്കടക്കടലിലൂടെ. വടകരയിൽ CPMന് രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തിയ നേതാവായിരുന്നു TP. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പ്, 2010 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്. ഇതിൽ രണ്ടിലും CPMനുണ്ടായ തിരിച്ചടി RMP എന്ന സംഘടനയോടും പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ എന്ന വ്യക്തിയോടും വൈരാഗ്യമുണ്ടാക്കി. അത് അവസാനിച്ചത് TP എന്ന മനുഷ്യനെ തന്നെ ഇല്ലാതാക്കിയാണ്. 2012 മെയ് 4 TPയെ വെട്ടിക്കൊന്നു. വള്ളിക്കാട് എന്ന സ്ഥലത്ത് വെച്ച് രാത്രി ഇന്നോവയിലെത്തിയ അക്രമി സംഘം അദ്ദേഹത്തെ ആഞ്ഞുവെട്ടി, ബോംബെറിഞ്ഞ് പരിക്കേൽപ്പിച്ചു. മരണത്തിലേക്ക് നയിച്ചത് ആഴത്തിലേറ്റ 7 വെട്ടുകളാണ്. പ്രതികൾ സഞ്ചരിച്ച ഇന്നോവ കാർ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം കണ്ടെത്തി. ഓരോ പ്രതികളായി പോലീസ് പിടിയിലായി. 2012 ജൂൺ 15 മുടക്കോഴി മലയിൽ വെച്ചാണ് മുഖ്യപ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, കിർമാണി മനോജ് എന്നിവർക്ക് പിടിവീണത്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ TP വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 76 പ്രതികൾ, 284 സാക്ഷികൾ. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ വിചാരണ 2013 ഫെബ്രുവരി 11 തുടങ്ങി. അതേ വർഷം സെപ്റ്റംബർ 11 പ്രാഥമിക വിചാരണ പൂർത്തിയായി. 20 പ്രതികളെ വെറുതെ വിട്ടു. അന്തിമ വിചാരണ നേരിട്ടത് 36 പേരാണ്. 2014 ജനുവരി 22 കുറ്റക്കാരല്ലെന്ന് കണ്ട് 24 പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടു. 2014 ജനുവരി 28 TP വധക്കേസിൽ ശിക്ഷാവിധി. 12 പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിൽ 11 പേർക്ക് ജീവപര്യന്തം, ഒരാൾക്ക് 3 വർഷം തടവ്. ഈ വിധി ഇന്ന് ഹൈക്കോടതിയും ശരിവച്ചിരിക്കുന്നു. പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനും ഒരുപോലെ ആശങ്കയുണ്ടായിരുന്നു. കൂടുതൽ പേരെ വെറുതെ വിടുമെന്ന് പ്രതിഭാഗം പ്രതീക്ഷിച്ചിരുന്നു. കേസിലെ ആദ്യ സാക്ഷികളെ സംബന്ധിച്ച് തർക്കം പ്രോസിക്യൂഷനും ആശങ്കയായിരുന്നു. ഇതിനെല്ലാമിടയിൽ ഇന്നു രാവിലെ 10:30 ആ സുപ്രധാന വിധി വന്നു. ഹൈക്കോടതി പ്രധാനമായും വീക്ഷിച്ചത് TP കേസിൽ നടന്ന വൻ ഗൂഢാലോചനയെപ്പറ്റിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻപ് വെറുതെ വിട്ട 24 പേരിൽ 2 പേർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ആകെ 14 പ്രതികളാണ് ഇപ്പോൾ TP വധക്കേസിലുള്ളത്. നിലവിൽ ജീവപര്യന്തം തടവനുഭവിക്കുന്ന കുറ്റവാളികളുടെ ശിക്ഷ ഉയർത്തി വധശിക്ഷയാക്കുമോ എന്നടക്കം അറിയണം. ഈ മാസം 26 പ്രതികളെല്ലാം കോടതിയിൽ ഹാജരാകണം. പ്രതികളോട് കോടതി ശിക്ഷ സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കും. 2009 മുതൽ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ നടന്നെന്ന് തെളിയിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത് നിർണായകമായി. ഇന്ന് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ 1 മുതൽ 7 വരെയുള്ള പ്രതികൾ പണം വാങ്ങി കൃത്യം നടത്തിയവരാണ്. അവരെ കൊണ്ട് നീചകൃത്യം ചെയ്യിച്ചവർ നിയമത്തിന് മുൻപിൽ വരണം. ഉന്നതതല ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണം നടത്തുമെന്ന് 12 വർഷം മുൻപ് സമർപ്പിച്ച ചാർജ് ഷീറ്റിൽ പറഞ്ഞിരുന്നു. അന്ന് ഫുൾ സ്റ്റോപ്പിട്ടിടത്ത് നിന്ന് പിന്നെ തുടങ്ങിയിട്ടില്ല. ഞാൻ പ്രോസിക്യൂട്ടർ ആണെങ്കിൽ പോലും ഒരു കാര്യം കൂടി പറയാം. അതിൻ്റെ പോലീസ് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ അവസാനത്തെ ഒരു വാചകം ഇന്നും പൂർത്തീകരിക്കപ്പെടാത്തൊരു ദൗത്യമായി നിലനിൽക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് അപ്പുറത്ത് ഉന്നതതലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതാണെന്നും അന്വേഷണം നടത്തിയിട്ട് മുറയ്ക്ക് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നതാണെന്നും പോലീസ് അന്നത്തെ ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 12 വർഷമായിട്ടും അതിൻ്റെ ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നതാണ് ഈ പുതിയ കാലാവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത്. പ്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.